നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കേട്ടോ, ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് വലിയൊരു ബിസിനസ് ഓഫറുമായിട്ടാണ്. എനിക്ക് ഇവിടെ അത് നടത്തിക്കൊണ്ടുപോകാൻ ഒരാള് വേണം. അങ്ങനെ ചിന്തിച്ചപ്പോ ഈ വിഷ്ണുവിന്റെ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ചിറ്റപ്പനോ? പിന്നല്ലാതെ. ഇത് എപ്പോഴാ നാട്ടിലെത്തി? താമസം വിദേശത്താണെങ്കിലും ഒരാവശ്യം വന്നാൽ നാട്ടിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തിയാ എന്റെ ചേട്ടന് ചേട്ടത്തിയൊക്കെ? അച്ഛൻ കുറെ നാളായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല, അറിയാലോ. ആ, ഞാൻ ഓർക്കുന്നു. ഇടയ്ക്ക് എപ്പോഴും വിളിച്ചപ്പോഴേ ഹോസ്പിറ്റലോ മറ്റോ ആണെന്ന് പറയുണ്ടായി. മെഡിസിൻസ് ഒക്കെ എപ്പോഴും ഉണ്ടോ? ആ, ഇപ്പോ ആയുർവേദം നോക്കുന്നുണ്ട്. പിന്നെ മുമ്പത്തെക്കാട്ടും കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഓ, ചിലപ്പം വാ. അച്ഛാ, ആരാ വന്നിരിക്കണ നോക്കിയേ? ഉപേന്ദ്രൻ. ചിറ്റപ്പോ വരൂ. ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? എന്താ ഉപേന്ദ്ര നീ പറയുന്നേ? നീ എവിടെ പോയി കാശുണ്ടാക്കിയാലും എത്ര വില കൂടിയ കോട്ടിട്ടാലും നീ മൂലം പല സ്ഥലത്തുനിന്ന് തല്ലുകൊണ്ടിട്ടുള്ള എനിക്ക് അത്ര വേഗം നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ആ, എന്തായാലും നീ ഇരിക്ക്. അല്ല, നിനക്ക് മലേഷ്യക്ക് അങ്ങ് അടുത്തോ? ഒടുവിൽ ഭേദം നമ്മുടെ നാട് തന്നെയാണെന്ന് മനസ്സിലായോ? ഓ ഇല്ല ഏട്ടാ, ഫാമിലിയൊക്കെ ഇപ്പോഴും അവിടെ തന്നെയാ. എനിക്കവിടെ ഇപ്പോ ഫർണിച്ചറിന്റെ ബിസിനസ്സാ. വുഡിൽ തീർത്ത എല്ലാ ഐറ്റംസും സെയിലിനുണ്ട്. എല്ലാ ഫോറിൻ കൺട്രീസിലും ബ്രാഞ്ചസും ഉണ്ട്. ഇല്ലാത്തത് ഇവിടെ മാത്രമാ, ഇന്ത്യയിൽ. അതുകൊണ്ട് നമ്മുടെ ജന്മനാട്ടിൽ ഒരു ബ്രാഞ്ച് തുടങ്ങാനുള്ള ആലോചനയുമായിട്ട് ഇറങ്ങിയതാ. ഉപേന്ദ്രനോ? അതെ. ഇതെന്താ ഇപ്പൊ ഇവിടെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? കാര്യമുണ്ട്, വിശദമായി പറയാം. ആയിക്കോട്ടെ. ഉപേന്ദ്രൻ, ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? രാഘവേട്ടന് വേണ്ടി എടുത്തതാ, മധുരം കുറച്ചായിട്ടേക്കുന്നത്. അതിനെന്താ ഏട്ടത്തി? ഏട്ടത്തിയുടെ കൈ കൊണ്ട് എന്തെങ്കിലും തന്നാ ഞാൻ വേണ്ടെന്ന് പറയൂ. ഇങ്ങനെയൊക്കെ അത് നീ പറയല്ലെന്ന് എനിക്കറിയാം. നീ കെട്ടാൻ ആഗ്രഹിച്ചിരുന്ന പെണ്ണിനെ ഞാൻ അടിച്ചെടുത്തതില് അല്ല, നിനക്ക് പണ്ടേ ചെറിയ പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ആ മുഷ്ടിലൊക്കെ ഇപ്പൊ മാറിക്കാണൂലല്ലേ? അതൊക്കെ കഴിഞ്ഞുപോയ കഥകളല്ലേ ഏട്ടാ. വർഷങ്ങൾ എത്ര കഴിഞ്ഞു. ഏട്ടത്തി കേട്ടോ, ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് വലിയൊരു ബിസിനസ് ഓഫറുമായിട്ടാണ്. എനിക്ക് ഇവിടെ അത് നടത്തിക്കൊണ്ടുപോകാൻ ഒരാള് വേണം. അങ്ങനെ ചിന്തിച്ചപ്പോ ഈ വിഷ്ണുവിന്റെ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്താ വിഷ്ണു?
ഒരു വർക്കിംഗ് പാർട്ട്ണറായിട്ട് നിനക്ക് എൻ്റെ കൂടെ നിന്നൂടെ? ഹ, എന്താ വിഷ്ണു ഒന്നും പറയാത്തേ? ആ, അത് ചിറ്റപ്പ എനിക്കങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ല ഇപ്പോ. പിന്നെ നേരെ വാ നേരെ പോ, അതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ചിറ്റപ്പ, ഞാനില്ല. പിന്നെ അത് മാത്രമല്ല, ഇതുപോലത്തെ ബിസിനസ് ഒന്നും എനിക്ക് അങ്ങോട്ട് ശരിയാവില്ല, അതുകൊണ്ടാ. ഛെ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഒരുപാട് പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ നിരാശനാക്കി കളഞ്ഞല്ലോ ഏട്ടത്തി. അത് നമുക്കതിനെ കുറിച്ച് ആലോചിക്കാം. ഉപേന്ദ്രന് ഒരാളെ കിട്ടിയ പോരെ? ഇവിടെ വിഷ്ണുവിനൊപ്പം വീട്ടിൽ ഒരാളും കൂടി ഉണ്ട്, രോഹിത്. രോഹിത്? രോഹിത്തിനെ തരാം. അവന് ഇവിടുത്തെ ഇപ്പോ ഹോട്ടൽ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നത്. ഓ, നല്ലൊരു ബിസിനസ്സുകാരനാകാനുള്ള പ്രാപ്തി അവനുണ്ട്. ഏട്ടത്തിക്ക് അറിയാമല്ലോ, ഒരിടത്തും ഉറച്ചു നിൽക്കുന്ന ഒരാളല്ല ഞാൻ. ഇവിടെ ചിലപ്പോ ഇങ്ങനൊരു ബിസിനസ് തുടങ്ങി വെച്ചിട്ട് നാളെ തന്നെ മലേഷ്യയിലേക്ക് പറന്നൊന്നും വരാം. അങ്ങനെ വരുമ്പോ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നോക്കി നടത്തുക തന്നെ വേണം. അത് നമ്മുടെ ചോരയാവുമ്പോ ആ ആത്മാർത്ഥത നമ്മളോട് കാണിക്കുമല്ലോ. ഉപേന്ദ്ര, രോഹിത്തിനെ ഞാൻ എന്റെ മകനായിട്ട് തന്നെ വളർത്തുന്നത്. അവനൊരു കരപറ്റി കാണാനുള്ള ആഗ്രഹവും എനിക്കുണ്ട്. ഉപേന്ദ്രനെ പോലെ ഒരാളിന്റെ ഒപ്പമാണെങ്കിൽ ഇതിൽ പരം വേറൊരു സന്തോഷമില്ലല്ലോ. ഇപ്പൊ അവൻ ഹോട്ടലിന്റെ ആവശ്യത്തിനായി പുറത്തു പോയിരിക്കുക, അല്ലെങ്കിൽ പരിചയപ്പെടുത്തായിരുന്നു. ശ്യാമേ, ഇങ്ങൊന്നേ. ഇത് ശ്യാമ, അവന്റെ ഭാര്യ. ഓ, നാളെ ഇവരുടെ വിവാഹ വാർഷികം. ആ, ഉപേന്ദ്രൻ വരണം. അപ്പൊ ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യാലോ. ഞാനേ ആദ്യം ഒന്ന് നിൽക്കാനുള്ള സെറ്റപ്പ് ചെയ്യട്ടെ, അതിനുശേഷം എപ്പോ വേണമെങ്കിലും എനിക്കിവിടെ വരാമല്ലോ. അല്ല, ഇവിടെ നീ ഫർണിച്ചർ ബിസിനസ് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ ചേട്ടാ, പക്ഷെ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് അതിന്റെ മെറ്റീരിയൽ സംഘടിപ്പിക്കുക എന്നതാണ്. അതിനാദ്യം ഗവൺമെന്റിന്റെ അനുവാദത്തോടെ ഫോറസ്റ്റിൽ നിന്നും മരം മുറിക്കുന്നതിനുള്ള അനുമതി വേണം. അതിന് ഏട്ടത്തിയുടെ വ്യക്തിബന്ധം വെച്ച് അതിനുള്ള ലൈസൻസ് എനിക്ക് റെഡിയാക്കി എടുക്കണം. ആ, അതിനും കൂടി ആയിട്ടാ എന്റെ ഈ വരവ്. അപ്പോ ചുമ്മാതെ ഏട്ടനെയും ഏട്ടത്തെയും കാണാൻ ഇറങ്ങിയതല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.